പെട്ടെന്ന് പണി തീർക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഭാഗമെല്ലാം നല്ല രീതിയിൽ തന്നെ ലെവൽ ചെയ്തതിന് ശേഷം സൈഡിൽ നമ്മുടെ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ പണി പെട്ടെന്ന് തീരുമല്ലോ, സൈഡൊക്കെ നമ്മൾ ഫുൾ ഫിനിഷൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേന് നല്ല ടൈം എടുക്കും, അതിലും സിമ്പിളല്ലേ എന്ന് വിചാരിച്ചിട്ട് ആയിരുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്ക് കൈക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ ലൈൻസ് ഇടുമ്പോഴും നല്ല സ്ട്രെയിൻ ആയിരുന്നു കൈക്ക്. അവസാനം വന്നപ്പോഴത്തേന് പൈപ്പിംഗ് ബാഗ് പോലും കയ്യിൽ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കേക്ക് ചെയ്യുന്നവർക്കറിയാം നല്ല സ്ട്രെയിനാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ഓരോന്നൊക്കെ ചെയ്തു വരുമ്പോഴേ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ എങ്കിലും എത്ര വിഷമമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചാണ് ഞാൻ ഓരോ കേക്കുകളും ചെയ്യാറ്. അവസാനം വന്നപ്പോഴത്തേന് കേക്കിൽ പേരെഴുതാൻ പോലും കൈ അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു കണക്കിന് ഞാൻ എന്തായാലും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ചെയ്യണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് മുമ്പേ ഞാൻ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ. കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ബിനിത ചേച്ചിയായിരുന്നു കേട്ടോ.